പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ആദ്യ മിഷണറി പ്രസ്ഥാനമാണല്ലോ പൗരസ്ത്യ സുവിശേഷ സമാജം. 1924 ആരംഭിച്ച് ഈ പ്രസ്ഥാനം 100 വയസ്സ് പൂർത്തിയാക്കുകയാണ്. ഏറെ സന്തോഷകരമായ ഈ സന്ദർഭത്തിൽ പൗരസ്ത്യ സുവിശേഷ സമാജം പ്രസിഡന്റ് അഭിവന്യ ക്രിസ്റ്റോസ് തോമസ് മാർക്കോസ് തിരുമേനി നമ്മോടൊപ്പം ചേരുകയാണ്. തിരുമേനി നമസ്കാരം. നമസ്കാരം. തിരുമേനി, പൗരസ്ത്യ സുവിശേഷ സമാജം ശതാബ്ദി വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിശുദ്ധ പാത്രിക്കീസ് ബാവയെ സ്വീകരിക്കുന്നതിനായി എന്തൊക്കെ ഒരുക്കങ്ങളാണ് സമാജം ക്രമീകരിച്ചിരിക്കുന്നത്? ഓക്കെ, 1924 പന്നയാത്തുങ്കൽ ഗീവർഗീസ് കോർപ്പിസ്കോപ്പ ശമ്മാശനായിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച പൗരസ്ത്യ സുവിശേഷ സമാജം 100ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പൗരസ്ത്യ സുവിശേഷ സമാജത്തിൻ്റെ പരമരക്ഷാധികാരിയും ആഹ്മാന യാക്കോബായ സുറിയാനി സഭയുടെ പരിശുദ്ധ പാത്രിക്കീസുമായ മോർ ഇഗ്നാത്യോസ് അഫ്രേന്തിദിയൻ ബാവ തിരുമനസ്സുകൊണ്ട് പൗരസ്ത്യ സുവിശേഷ സമാജത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ സംബന്ധിച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്നുള്ളത് സുവിശേഷ സമാജത്തെ സംബന്ധിച്ചും പരിശുദ്ധ സഭയെ സംബന്ധിച്ചും വലിയ പ്രാധാന്യമുള്ള ഒരു പ്രോഗ്രാമാണ്. പൗരസ്ത്യ സുവിശേഷ സമാജം പരിശുദ്ധ ബാവായുടെ ഈ സന്ദർശനം വലിയൊരു ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത്. സുവിശേഷ സമാജത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖലകൾ കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലും കർണാടകയിലും വ്യാപിച്ചിരിക്കുന്നു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ ദേവാലയങ്ങളും മറ്റു പ്രസ്ഥാനങ്ങളുമെല്ലാം ബാവായുടെ സ്വീകരണത്തിനും അതോടൊപ്പം തന്നെ ശതാബ്ദി ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വരുന്നു. കർണാടകയിൽ നിന്നുള്ള ദേവാലയങ്ങളിൽ നിന്നും മലബാർ വയനാട് ഭാഗത്തു നിന്നും തെക്കൻ തിരുവിതാംകൂറിൽ ഉള്ളതായ സുവിശേഷ സമാജത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ നിന്നും അതിനു പുറമെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെയുള്ള സുവിശേഷ സമാജം പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളുമായ ധാരാളം ആളുകൾ ഈ പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. നമ്മുടെ കീഴിലുള്ളതായ പ്രവർത്തനങ്ങൾ മേഖലകൾ തിരിച്ച് ആണ് നടത്തി വരുന്നത്. കർണാടകയിൽ പ്രധാനമായും ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൽ എന്നാർപുര മേഖലയും സൗത്ത് ക്യാൻഡ്ര മേഖല മംഗലാപുരത്തിന് സമീപമുള്ള പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് സൗത്ത് ക്യാൻഡ്ര മേഖലയായും പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ കാസർഗോഡ് മേഖല, മലബാർ വയനാട് മേഖല, തിരുക്കൊച്ചി മേഖല ബാവായുടെ സന്ദർശനവുമായും ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ മേഖലകളിലും വിളംബര ജാഥകൾ നടത്തപ്പെടുന്നു. അതുകൂടാതെ പെരുമ്പാവൂർ പൊതുസമ്മേളനത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഇതിനോടകം എടുത്തു കഴിഞ്ഞു. പെരുമ്പാവൂർ കേന്ദ്ര ഓഫീസുമായി ബന്ധപ്പെട്ട്
വലിയ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ശതാബ്ദി ആഘോഷ ഉദ്ഘാടന സമ്മേളനം പ്രൗഢോജ്വലമായ ഒരു പ്രോഗ്രാം ആക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. പരിശുദ്ധ പാത്രികീസ് ബാവ ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക അബൂന്മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ ആയിരിക്കും. പരിശുദ്ധ സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്ത അഭിയുന്ന പിതാവായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, സഭയിലെ അഭിയുന്നരായ എല്ലാ പിതാക്കന്മാരും, മുഖ്യ അതിഥിയായി കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള MLA മാർ, മറ്റ് ഇതര സഭകളിലെ സഭാപിതാക്കന്മാർ, സഹോദര സമുദായങ്ങളിലെ സാമുദായിക നേതാക്കന്മാർ തുടങ്ങി വിശിഷ്ട അതിഥികൾ സംബന്ധിക്കുന്ന പൊതുസമ്മേളനമാണ് ഇവിടെ ക്രമീകരിക്കുന്നത്. 4000-ൽ പരം ആളുകൾ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണമുള്ള ആലോചനകളും പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. ഇവിടെ വന്നുകൂടുന്ന എല്ലാ ആളുകൾക്കുമുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി വിപുലമായ ശതാബ്ദി ആഘോഷ കമ്മിറ്റി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തിരിഞ്ഞ് അതതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്രയുമൊക്കെയാണ് ബാവായുടെ സന്ദർശനവുമായിട്ട് സുവിശേഷ സമാജം ചെയ്തു വരുന്നതായ പ്രവർത്തനങ്ങൾ. തിരുമേനി, അതുപോലെ പരിശുദ്ധ ബാവ പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തെ പറ്റി ഇപ്പോൾ തിരുമേനി പറയുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ പൊതുസമ്മേളനത്തിന് ശേഷം എന്താണ് പരിശുദ്ധ ബാവയുടെ ഇവിടുത്തെ പ്രോഗ്രാമുകൾ, കാര്യങ്ങൾ, അതിനെക്കുറിച്ചും കൂടെ ഒന്ന് വിശദീകരിക്കാമോ തിരുമേനി? പരിശുദ്ധ പാത്രികീസ് ബാവ തിരുമനസ്സുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന പ്രോഗ്രാമിൽ വെച്ച് ശതാബ്ദിയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം നടക്കും. സുവിശേഷ സമാജവുമായി ബന്ധപ്പെട്ട് പ്രധാന രംഗങ്ങളിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ളവരെയൊക്കെ ഇവിടെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാമും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് 7-ാം തീയതി രാവിലെ നമ്മുടെ അരമന പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. അതിനുശേഷം സുവിശേഷ സമാജത്തിൻ്റെ വൈദികരുമായി അല്പസമയം ബാവ വൈദികരോടൊപ്പം ചെലവഴിക്കും. സുവിശേഷ സമാജത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരെയെല്ലാം കാണുന്നതിനും അവർക്കെല്ലാം ബാവയുമായിട്ട് ഇടപെടുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ സുവിശേഷ സമാജത്തിൻ്റെ 2 പ്രധാന വൈദികർക്ക് റമ്പാൻ സ്ഥാനം നൽകുന്നതിന് ബാവ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് അംഗീകാരം നൽകിയിട്ടുണ്ട്. 8-ാം തീയതി പരിശുദ്ധ സഭയുടെ തൂത്തൂട്ടി സെൻറ്റ് ഗ്രിഗോറിയോസ് ധ്യാന മന്ദിരത്തിൽ സമീപം എൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായ അന്തോണിയോസ് ദയറായുടെ കൂദാശയും അതോട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷയുമായി ചേർന്ന് അവിടെ നൽകുന്ന റമ്പാൻ സ്ഥാന ശുശ്രൂഷയിൽ ഇവിടുന്ന് ഉള്ള വൈദികർക്ക് കൂടെ റമ്പാൻ സ്ഥാനം നൽകുന്ന പ്രോഗ്രാമും ക്രമീകരിച്ചിട്ടുണ്ട്.
പൗരസ്ത്യ സുവിശേഷ സമാജം സ്ഥാപകൻ മൽഫോനോ നാസിഹോ വന്യ ആത്തുങ്കൽ ഗീവറീസ് കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ ദീർഘവീക്ഷണം ഈ നാളുകളിൽ എങ്ങനെയാണ് തിരുമേനി അതിനെ നോക്കിക്കാണുന്നത്? വാസ്തവത്തിൽ വന്യ ആത്തുങ്കൽ ഗീവർഗീസ് കോറപ്പിസ്കോപ്പ തികച്ചും 22 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചതായ ആ ദർശനം വളരെ അത്ഭുതത്തോടെ തന്നെയാണ് നോക്കിക്കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നിൻ്റെ യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചു കയറ്റത്തെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ ദീർഘവീക്ഷണത്തിലൂടെ ഇന്നിൻ്റെ വളർച്ചയെ നോക്കിക്കണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിൽ മിഷണറി പ്രവർത്തനങ്ങൾക്കോ സുവിശേഷ വേലയ്ക്കോ വലിയ പ്രാധാന്യം ലഭിക്കാതിരുന്നൊരു കാലഘട്ടത്തിൽ വലിയ മാറ്റത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സുവിശേഷീകരണം ലക്ഷ്യമാക്കി, അതോടൊപ്പം തന്നെ സാമൂഹിക വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടമാണ് പൗരസ്ത്യ സുവിശേഷ സമാജം. പോരാട്ടം എന്ന് പറയുമ്പോൾ കുടിയേറ്റ മേഖലകളിൽ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട് കടന്നു ചെന്ന പരിശുദ്ധ സഭയുടെ വിശ്വാസികൾ, പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും മധ്യ തിരുവിതാംകൂറിൽ നിന്നും വയനാട്ടിലേക്കും മലബാറിലേക്കും കർണാടകയിലേക്കും ഒക്കെ കുടിയേറി പാർത്ത ആളുകൾ, ഭാഷ ഇന്നിൻ്റെ യാതൊരു വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഇല്ലാത്ത അവസ്ഥ, ദൈവാലയങ്ങളില്ലാത്ത അവസ്ഥ, ഇങ്ങനെ കടുത്ത വെല്ലുവിളികൾ നേരിട്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ പ്രകൃതിയുടെ വെല്ലുവിളികൾ, മാരകമായ വസൂരി പോലുള്ളതായ രോഗങ്ങൾ, ഇതെല്ലാം സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹവും എന്ന് പറഞ്ഞാൽ വന്ന ആത്തുങ്കൽ ഗീവർഗീസ് ഷമ്മാശനും ചുരുക്കം വൈദികരും ചേർന്ന് നിൽക്കുന്ന സുവിശേഷകരും മാത്രമാണ് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് ഒരു ചലഞ്ചായി കടന്നു ചെല്ലുകയും അവിടെ പ്രാർത്ഥന യോഗങ്ങൾ ആരംഭിച്ച് ആളുകളെ കണ്ടെത്തി കിട്ടാവുന്ന സ്ഥലങ്ങളിൽ വച്ചുകെട്ടിയ ദേവാലയങ്ങൾ നിർമ്മിച്ച് ജനങ്ങളെ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പോരാട്ടങ്ങളിൽ കരുത്തുള്ളവരാക്കി തീർത്ത് അവർക്ക് വ്യക്തമായ ദിശാബോധവും ദൈവവിശ്വാസത്തിലൂന്നിയ സാമൂഹിക ജീവിതവും അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ഉള്ളതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് മുന്നേറിയ അച്ഛൻ്റെ പ്രവർത്തനവും അച്ഛൻ്റെ ദർശനവും ആ കാലഘട്ടത്തിലെ സമൂഹത്തിന് ഇടയിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ഈ സഭയിൽ നിന്ന് നടത്തുക എന്നുള്ളത് വളരെ അവിശ്വസനീയമായ ഒരു കാര്യമാണ്. എന്നാൽ അദ്ദേഹം അന്ന് ഇന്നിൻ്റെ വളർച്ചയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെയും നിർവഹിച്ചു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത തൻ്റെ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുവാൻ സന്നദ്ധരും സമർപ്പണവുമുള്ള ആളുകളെ കണ്ടെത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള
മിഷണറിമാരെയും വൈദികരെയും അദ്ദേഹം ചേർത്ത് നിർത്തി. ഇന്നിൻ്റെ യാതൊരു ഡെവലപ്മെൻറ്റ്സും ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു ഡിവിഷനും 2 ക്ലാസ്സും 3 ക്ലാസ്സും ഒക്കെ ആയിട്ട് ആരംഭിച്ച സ്കൂളുകളാണിന്ന് കേളകം ഹയർ സെക്കൻഡറി പോലെ കേരളത്തിന് തന്നെ അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനമായി ഉയർന്നു നിൽക്കുന്നത്. നമ്മുടെ വാളകം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിലും ഹൈസ്കൂളാണെങ്കിലും അങ്ങനെയുള്ളതായ അദ്ദേഹത്തിൻ്റെ ആ വീക്ഷണങ്ങൾ ഇന്നിൻ്റെ നിലയിലേക്ക് അത് വളരുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിലാണ് കാലഘട്ടത്തിനനുസൃതമായ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ച് വേങ്ങൂർ അടുത്തുള്ളതായ സാന്തോം പബ്ലിക് സ്കൂൾ സ്ഥാപിച്ചതും ആത്തുങ്കൽ ഗീവർഗീസ് കൊറപ്പിസ്കോപ്പ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ സ്ഥാപിച്ചതാണെന്ന് എന്നുള്ള കാര്യവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അത്രമാത്രം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെയും തൻ്റെ ദർശനത്തിനകത്ത് നിന്നുകൊണ്ട് സാമൂഹിക വളർച്ചയ്ക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ ഉയർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളത് തികച്ചും അത്ഭുതപ്പെടുത്തുന്ന വസ്തുത തന്നെയാണ്. ഓക്കെ തിരുമേനി. ഓക്കെ തിരുമേനി, അതുപോലെ പരിശുദ്ധനായ ആലുവയിലെ വലിയ തിരുമേനി, ശ്രേഷ്ഠ പൗലോസ് ദിദിയൻ ബാവ തിരുമേനി, നമ്മുടെ കടവിൽ തിരുമേനി, അതുപോലെ മോർ ഗീവർഗീസ് പോളികാർപ്പോസ് തിരുമേനി തുടങ്ങി പിതാക്കന്മാരുടെ സംഭാവനകളും പ്രവർത്തനങ്ങളും ഒക്കെ ഈ 100ാം വാർഷിക ആഘോഷത്തിൻ്റെ ഈ വേളയിൽ അതിനെയൊക്കെ തിരുമേനി എങ്ങനെയാണ് ഈ സമയത്ത് വിലയിരുത്തുന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ്. ആത്തുങ്കൽ ഗീവർഗീസ് കൊറപ്പിസ്കോപ്പ ഷമ്മാസനായിരുന്ന കാലഘട്ടത്തിൽ സുവിശേഷ സമാജം സ്ഥാപിച്ചു എന്നുള്ളത് നിലനിൽക്കെ തന്നെ വാസ്തവത്തിൽ ഇതിനൊരു ആവേശവും ഇതിന് ശക്തിമത്താക്കി തീർത്തതും ഇവിടെ പരാമർശിക്കപ്പെട്ട പരിശുദ്ധ പിതാക്കന്മാരുടെ സാന്നിധ്യവും അനുഗ്രഹവും അവരുടെ കഠിനാധ്വാനവുമാണ്. സത്യവിശ്വാസ സംരക്ഷകനായ പരിശുദ്ധനായ ആലുവായിലെ വലിയ തിരുമേനി പൗലോസ് മാർ അത്താനാസ്യോസ് വലിയ തിരുമേനിയുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടിയാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. തിരുമേനി എക്കാലത്തും ആത്തുങ്കലച്ചന് ഏറ്റവും വലിയ പ്രോത്സാഹനവും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ വളരെ അടുത്ത് നിന്ന് മനസ്സിലാക്കി എല്ലാവിധ പിന്തുണയും നൽകി വന്നിരുന്നു. അതേ തുടർന്ന് മലങ്കരയുടെ പ്രകാശഗോപുരമായിരുന്ന കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ ആബൂന്മാർ ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവ ദീർഘകാലം സുവിശേഷ സമാജത്തിൻ്റെ പ്രസിഡൻറ്റും മെത്രാപ്പോലിത്തയുമായിരുന്നു. ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് സുവിശേഷ സമാജത്തിൻ്റെ വടക്കൻ മേഖലയിലും കർണാടകയിലുമെല്ലാം നിരവധി പ്രാവശ്യം സന്ദർശിക്കുകയും കുടിയേറ്റ മേഖലയിലെ ജനങ്ങളോടൊപ്പം ഇടപഴകുകയും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ദേവാലയങ്ങളിൽ അവരോടൊപ്പം താമസിക്കുകയും അങ്ങനെ സമാജം പ്രവർത്തനങ്ങളെയും ആത്തുങ്കൽ ഗീവർഗീസ് കൊറപ്പിസ്കോപ്പായെ എല്ലാം ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പരിശുദ്ധ പിതാവാണ് ഭാഗ്യസ്മരണാർഹനായ അബൂന്മാർ ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവ. പിന്നീട് സുവിശേഷ സമാജത്തിൽ പ്രവർത്തനം രംഗത്ത് ആദ്യമായി സമാജത്തിൻ്റെ ഒരു മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് വന്നത് പുണ്യശ്ലോകനായ കാലം ചെയ്ത ഡോക്ടർ പൗലോസ് മാർ
അത്താനാസ്യോസ് കടവിൽ തിരുമേനിയാണ്. തിരുമേനിയും സുവിശേഷ സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയും സമാജത്തിന് ധാരാളം വൈദികരെ പട്ടം കൊടുത്ത്, സമാജത്തിന് വേണ്ടി പട്ടം കൊടുത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സുവിശേഷ സമാജത്തിൽ മെത്രാപ്പൊലീത്തയായിട്ട് വന്ന കാലം ചെയ്ത പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ പോളികാർപ്പസ് തിരുമേനി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കുടിയേറ്റ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി ദേവാലയങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് പുതുക്കി നിർമ്മിക്കുന്നതിനും ധാരാളം വൈദികരെ കണ്ടെത്തി പട്ടം കൊടുത്ത് സമാജത്തിൽ നിയമിക്കുന്നതിനും ഒക്കെയും തിരുമേനിക്ക് സാധിച്ചു. എന്നതിനോടൊപ്പം തന്നെ കർണാടകയിൽ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകി സുവിശേഷ രംഗത്ത് മിഷണറിമാരെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുന്നതിനും മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും തിരുമേനിക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവുറ്റ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ളതായ പരിശ്രമങ്ങൾ തിരുമേനി നടത്തി. അങ്ങനെ ബഹുമുഖ മേഖലകളിൽ അദ്ദേഹം എപ്പോഴും വളരെ ഉത്സാഹത്തോടെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയും ഇതിൻ്റെ ഭരണ സംവിധാനങ്ങളെ, സുവിശേഷ സമാജത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്ത മെത്രാപ്പൊലീത്തയായിരുന്നു പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ പോളികാർപ്പസ് തിരുമേനി. കുടിയേറ്റ മേഖലകളിലെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ചിക്ക്മാംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ന് കാണുന്ന നിലയിലേക്ക് അതിനെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് ദിവംഗതനായ വന്യ AV ജേക്കബ് കൊറപ്പിസ്കോപ്പയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുവിശേഷ സമാജത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദീർഘകാലം സുവിശേഷ സമാജം ജനറൽ സെക്രട്ടറിയും സ്കൂളുകളുടെ മാനേജരും അനാഥശാലകളുടെ സുപ്പീരിയറുമായി പ്രവർത്തിച്ച ദിവംഗതനായ വന്യ TC അലക്സാണ്ടർ കൊറപ്പിസ്കോപ്പ. അദ്ദേഹം വന്യാത്തുങ്കൽ ഗീവർഗീസ് കൊറപ്പിസ്കോപ്പായോട് ചേർന്ന് നിന്ന് സുവിശേഷ സമാജത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ രംഗത്തും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തന രംഗങ്ങളിലുമെല്ലാം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ആചാര്യശ്രേഷ്ഠനാണ്. ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ സുവിശേഷ സമാജത്തെ സംബന്ധിച്ച് അതിശക്തമായ അടിസ്ഥാനം രൂപപ്പെടുന്നതിനും ഇന്ന് കാണുന്ന നിലയിലേക്ക് ഇത് വളർന്ന് ശക്തിപ്പെടുന്നതിനും കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ല. അതുപോലെ തിരുമേനി ഇന്ന് ഏറ്റവും വ്യക്തമായ ഒരു ഭരണഘടനയുള്ള ഒരു പ്രസ്ഥാനമാണ് സുവിശേഷ സമാജം. ഭാവിയിൽ എന്തൊക്കെ സാധ്യതകളാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്? മലങ്കര സഭയിൽ ശക്തമായ കെട്ടുറപ്പുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. 1933 ആലുവായിലെ വലിയ തിരുമേനിയുടെ ശ്രേഷ്ഠാനുമതിയോടുകൂടി രൂപീകരിക്കപ്പെട്ട ഭരണഘടനയാണ് സുവിശേഷ സമാജം ഭരണഘടന. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ നിയമം അനുസരിച്ച് പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുവിശേഷ സമാജത്തിൻ്റെ ഭരണഘടന പെരുമ്പാവൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു. എങ്കിലും സുവിശേഷ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്
വ്യാപിപ്പിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ആ കാലഘട്ടത്തിലെ നിയമ ഉപദേശം അനുസരിച്ച് ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് വീണ്ടും കോഴിക്കോട് 1949 രജിസ്റ്റർ ചെയ്തു. ആ ഭരണഘടനയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാലാകാലങ്ങളിൽ പരിശുദ്ധ പാത്രികീസ് ബാവാമാരുടെ അനുമതിയോടുകൂടി മാനേജിംഗ് കമ്മിറ്റിയും ജനറൽ കമ്മിറ്റിയും ആവശ്യമായ ഭേദഗതികൾ പാസാക്കി കാലാനുസൃതമായ പരിഷ്കാരങ്ങളും ഭരണഘടനയിൽ വരുത്തിയിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ പരിശുദ്ധ സഭയ്ക്ക് ഏറ്റവും അതിശക്തമായ ഭരണഘടന സംവിധാനമുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് പൗരസ്ത്യ സുവിശേഷ സമാജമാണ്. കാരണം നിരവധി പ്രാവശ്യം മറുവിഭാഗം ആളുകൾ സുവിശേഷ സമാജത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് കേസുകൾ ഫയൽ ചെയ്യുകയുണ്ടായി. ആദ്യമായി കർണാടകയിൽ ഉള്ളതായ പള്ളികൾ മറുവിഭാഗത്തിന് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി പരിശുദ്ധ സഭയിൽ നിന്നും കൂറുമാറിയ ഫിലിപ്പ് പള്ളിച്ചിറ അച്ഛൻ മുഖാന്തരം പുത്തൂർ കോടതിയിൽ, കർണാടകയിൽ പുത്തൂർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ കേസിൽ സുവിശേഷ സമാജം ഭരണഘടന പരിശുദ്ധ പാത്രികീസ് ബാവ പരമരക്ഷാധികാരിയായി വ്യക്തമായ അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണെന്നും അതിന് മറുവിഭാഗത്തിന് യാതൊരു വിധത്തിലും അവകാശമില്ലതാണെന്നും വിധിക്കുകയുണ്ടായി. പിന്നീട് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഇതേ ആവശ്യം ഉന്നയിച്ച് അവർ കേസ് ഫയൽ ചെയ്തുവെങ്കിലും ആ കേസിലും സുവിശേഷ സമാജത്തിന് അനുകൂലമായ വിധിയാണ് ഉണ്ടായത്. അതിന് അവർ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തുവെങ്കിലും ഡിവിഷൻ ബെഞ്ചും സുവിശേഷ സമാജം പരിശുദ്ധ പാത്രികീസ് ബാവായുടെ പരമാധികാരത്തിന് കീഴിലുള്ളതാണെന്നും അതിന് വ്യക്തമായ രജിസ്ട്രേഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നും അതിന് പ്രകാരം അത് പ്രവർത്തിക്കേണ്ടതാണെന്നും അതിന് ഏതെങ്കിലും വിഭാഗങ്ങൾക്കോ കാതോലിക്കേറ്റിനോ അവകാശം ഉന്നയിക്കാൻ, അതിൻ്റെ മുകളിൽ അവകാശം ഉന്നയിക്കാൻ കഴിയില്ല എന്നും വിധിയുണ്ടായി. ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അവർ അപ്പീൽ നൽകുകയും 1995 സുപ്രീം കോടതി വിധി അനുസരിച്ച് സുവിശേഷ സമാജം അതിൻ്റെ ഭരണഘടന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടതാണെന്നും അതിൻ്റെ മുകളിൽ മറ്റൊരു വിഭാഗത്തിനും അധികാരം ഉന്നയിക്കാൻ അവകാശമില്ലെന്നും അസന്ദിഗ്ധമായ വിധിയുണ്ടായി. ഒടുവിൽ 2017 ഇപ്പോൾ ഉണ്ടായ വിധി സഭാതർക്കം സംബന്ധിച്ച് അതിലും 95 സുവിശേഷ സമാജം സംബന്ധിച്ച വിധിയിൽ യാതൊരു മാറ്റവും വ്യത്യാസവും വരുത്തേണ്ടതില്ല എന്ന് ഞങ്ങൾ കാണുന്നു എന്ന് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചും വിധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യക്തമായ ഏതാണ്ട് 5 വിധികൾ സുവിശേഷ സമാജം അതിൻ്റെ ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടേണ്ടതും പ്രവർത്തിക്കേണ്ടതുമാണെന്നുള്ള വിധി നിലനിൽക്കുന്ന മലങ്കരയിലെ അതിശക്തമായ ഏറ്റവും വലിയ പ്രസ്ഥാനവും പരിശുദ്ധ പാത്രികീസ് ബാവായ്ക്ക് വളരെ സ്വതന്ത്രമായി ഇന്ത്യയുടെ പരമോന്നത ന്യായപീഠത്തിൻ്റെ വിധിപ്രകാരം പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് പൗരസ്ത്യ സുവിശേഷ സമാജം. അത് ഇന്ന് വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഒരു അതിഭദ്രാസനമായി വളർന്നിരിക്കുകയാണ്. അതുപോലെ തിരുമേനി, സമയം വളരെ കുറവാണെന്നറിയാം. തിരുമേനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാതെ പോകുന്നത് ശരിയല്ല. നമ്മൾ ഈ 100 വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പുതിയ
വികസന പ്രവർത്തനങ്ങൾ, പുതിയ പ്രോജക്റ്റുകൾ, അതുപോലെ സുവിശേഷ പ്രവർത്തന രംഗത്തെ മുന്നേറ്റങ്ങൾ, ദർശനങ്ങൾ എന്നിവയെക്കുറിച്ചും കൂടെ ഒന്ന് വിശദീകരിച്ച് പോകാമോ തിരുമേനി? പൗരസ്ത്യ സുവിശേഷ സമാജം സുവിശേഷ പ്രവർത്തനങ്ങൾ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടിയാണ്. പ്രധാനമായും മിഷണറി പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന സുവിശേഷ പ്രവർത്തക സമിതി, നമ്മൾ വിവിധ ഭാഗങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കുകയും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അവർ സുവിശേഷ പ്രഘോഷണം നടത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഭവന സന്ദർശനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഏകോപിപ്പിച്ച് സുവിശേഷ പ്രവർത്തക സമിതിയുടെ കീഴിൽ നടത്തി വരികയാണ്. 100 വർഷം തികയുന്നതുമായി ബന്ധപ്പെട്ട് സുവിശേഷ പ്രവർത്തക സമിതി എന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടെ സമഗ്രമായ വേദപഠനം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ മിഷണറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ വേദശാസ്ത്രപരമായ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സഭയുടെ സത്യവിശ്വാസം അടിസ്ഥാനമാക്കി നമ്മൾ ബൈബിൾ ക്ലാസ്സുകൾ ഓൺലൈനിലൂടെ ഡിസ്റ്റൻസ് കോഴ്സുകൾ നടത്തുകയാണ്. അമേരിക്കയിൽ ഈ ഓൺലൈൻ കോഴ്സിലൂടെ ചേർന്ന് ഒരു ബാച്ചിൻ്റെ പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട്. സിംഗപ്പൂരിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സ് ഒരു ബാച്ചിൻ്റെ കോഴ്സ് കഴിഞ്ഞു. സുവിശേഷ സമാജത്തിൻ്റെ എല്ലാ മേഖലകളെയും മിഷണറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധിപ്പിച്ച് ഓൺലൈൻ കോഴ്സുകൾ ഈ 100-ാം വർഷം അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതുകൂടാതെ ലഹരി വിരുദ്ധ സമിതി എന്ന് പറഞ്ഞ് ഒരു പ്രവർത്തക സമിതിയുടെ കീഴിലൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ ലഹരി പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗവും പ്രതിസന്ധികളും സമൂഹത്തെ വലിയൊരു ഭീഷണിയിലേക്ക്, ഒരു വെല്ലുവിളിയിലേക്ക് നയിക്കുമ്പോൾ അതിനെതിരെ ഉള്ള ഒരു പ്രവർത്തനമെന്ന നിലയിൽ ലഹരി വിരുദ്ധ സമിതി ഗോസ്പൽ ടീമിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആൻറ്റി ഡ്രഗ് ഫൈറ്റേഴ്സ് എന്ന് പറയുന്നൊരു ടീമിനെ രൂപീകരിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ തലങ്ങളിൽ മുതൽ സ്കൂൾ തലങ്ങളിൽ ഒക്കെയുമുള്ള പ്രവർത്തനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനവും നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലഘുലേഖാ വിതരണങ്ങൾ, ഒട്ടനവധി സുവിശേഷ പ്രവർത്തനങ്ങൾ, മേഖലാ കൺവെൻഷനുകൾ, ധ്യാനയോഗങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം കർണാടകയും കേരളവും കേന്ദ്രീകരിച്ചും മറ്റ് ആദിവാസികളുടെ മേഖലകൾ, പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ സാമൂഹിക രംഗത്ത് വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെയും സുവിശേഷ പ്രവർത്തക സമിതി വഴി നടന്നു വരുന്നു. മറ്റൊരു പ്രധാന പ്രവർത്തന മേഖലയാണ് നമ്മുടെ അനാഥശാലകൾ. അനാഥശാലകൾ വഴി നിർധനരായ കുടുംബങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെയും ചൈൽഡ് ലൈൻ വഴി നമുക്ക് കിട്ടുന്ന സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും നമുക്ക് കിട്ടുന്ന കുട്ടികളെയും നമ്മൾ അവർക്ക് വേണ്ടതായ താമസം, ഭക്ഷണം, വിദ്യാഭ്യാസം നൽകി വരുന്ന 2 അനാഥശാലകൾ നമുക്കുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾക്ക് പ്രായമുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ, നിർധനരായിട്ടുള്ള വൃദ്ധജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഓൾഡ് ഏജ് ഹോമുകൾ ഇപ്പോൾ നിലവിൽ നമുക്ക് പാഴൂര്, പിറവത്ത്
കരുണാലയം ഓൾഡ് ഏജ് ഹോം എന്ന നിലവിലൊന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിനു പുറമെ 100-ാം വർഷത്തിൻ്റെ ശതാബ്ദി സ്മാരകമായി തൂങ്ങാലിയിലുള്ള നമ്മുടെ കോൺവെൻറ്റിനോട് ചേർന്ന് എലിയോസ് സീനിയേഴ്സ് ഹോം ഫോർ വിമൺ എന്ന പേരിൽ ഒരു പുതിയ പ്രവർത്തനം ഈ വർഷം ആരംഭിക്കും. അപ്പോൾ തന്നെ കരുണാലയം വൃദ്ധമന്ദിരത്തോട് ചേർന്ന് ശതാബ്ദി സ്മാരകമായി ഒരു പുതിയ ബ്ലോക്ക് കൂടെ പ്രവർത്തനം ആരംഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 11ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അത് കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ പല സ്കൂളുകളിലും എടുത്തു കഴിഞ്ഞു. നമ്മുടെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളെല്ലാം തന്നെ നമ്മൾ അതിൻ്റെ സ്മാർട്ട് ക്ലാസ്സുകൾ, മറ്റ് കാലഘട്ടത്തിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒക്കെ ഈ സന്ദർഭങ്ങളിൽ പ്രാധാന്യം നൽകി അത് സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോൺവെൻറ്റ് തൂങ്ങാലിയിലുള്ള ഗേൾസ് ഹോം കേന്ദ്രീകരിച്ച് സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കോൺവെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സന്യസ്തരെ വരും കാലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവിടെ വികസിപ്പിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ചൂരമുടി ദയറായുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ശതാബ്ദിയുടെ ഭാഗമായി സുവിശേഷ സമാജം മാനേജിംഗ് കമ്മിറ്റി ചൂരമുടി ദയറ കേന്ദ്രീകരിച്ച് ഒരു മൾട്ടി മിഷൻ പാർക്ക് നിർമ്മിക്കുവാനുള്ള തീരുമാനങ്ങളെടുത്ത് അതിൻ്റെ ഇനീഷ്യൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിമനോഹരമായ ഒരു കുന്നിൻ്റെ മുകളാണ് ചൂരമുടി എന്ന് പറയുന്നു. ചുറ്റുപാടും വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം. അവിടെ ഇതിനോടകം ധാരാളം ആളുകൾ സന്ദർശിക്കുന്നുണ്ട്. അവിടെ ഒരു ചാപ്പലുണ്ട്, അത് കേന്ദ്രീകരിച്ച് ധ്യാനങ്ങൾ നടത്തുന്നുണ്ട്, വിശുദ്ധ കുർബാന നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്ക് ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുന്നതിനും അവർക്ക് ധ്യാനിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. വൈദികരാകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു മൈനർ സെമിനാരി അവിടെ സ്ഥാപിക്കുക. അതോട് ബന്ധപ്പെട്ട് തന്നെ ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കുക. അവിടെ ഉള്ളതായ സ്ഥല സൗകര്യങ്ങൾ ക്രമീകരിച്ച് ഒരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ടാക്കുക. അവിടെയുള്ള കൂടുതൽ ദയറക്കാരെ കൂടെ ഉൾപ്പെടുത്തി വരും കാലങ്ങളിൽ ദയറാസ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ വന്ന് താമസിക്കുവാനും പ്രവർത്തിക്കുവാനും സഭയെക്കുറിച്ച് പഠിക്കുവാനും സഭയുടെ ലിറ്റർജി, അതിൻ്റെ സത്യവിശ്വാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുക. അങ്ങനെ നിരവധി പ്ലാനുകൾ ചൂരമുടി കേന്ദ്രീകരിച്ചൊരു മൾട്ടി മിഷൻ പാർക്കായി അതിനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ നിലവിൽ നമ്മൾ പ്രാരംഭം കുറിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. ഇത് കൂടാതെ നമ്മുടെ കർണാടകയിലെ ചിക്മാംഗ്ലൂർ, സൗത്ത് കാനറ, കാസർഗോഡ്, മലബാർ മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ ഒരു വർഷക്കാലം കൊണ്ട് അവിടെയുള്ള വിശ്വാസികളുടെയും മറ്റ് സുവിശേഷ സമാജത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ എല്ലാം പങ്കാളിത്തത്തോടുകൂടെ ഏതെല്ലാം പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ അവതരിപ്പിച്ച് നടപ്പാക്കണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. തിരുമേനി, ഈ ശതാബ്ദി ആഘോഷമൊക്കെയായി ബന്ധപ്പെട്ട് ഒത്തിരി യാത്രകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാലും ഇത്രയും തിരക്കിനിടയിൽ EITVക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തി ഇത്രയും വിശദമായി ശതാബ്ദി ആഘോഷങ്ങൾ വിശദീകരിച്ച് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ വിശദമായി തന്നെ അത് വിശദീകരിച്ച് തന്നു. ഇത്ര സമയം ചെലവാക്കി
വളരെ നന്ദി. ഓക്കെ, വളരെ നന്ദി. നിങ്ങളുടെ തിരക്കിനിടയിലും നിങ്ങൾ സുവിശേഷ സമാജത്തിൻ്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ വിശ്വാസികളുടെ ഇടയിലേക്ക്, സമൂഹത്തിൻ്റെ ഇടയിലേക്ക് എത്തിക്കുവാൻ കാണിക്കുന്നതായ ഉത്സാഹത്തിനും ഞങ്ങൾക്ക് നൽകുന്ന ഈ പ്രോത്സാഹനത്തിനും നിങ്ങളോടും ഞങ്ങളെല്ലാവരും ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.